ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു ഈവന്റ് തന്നെയായിരുന്നു. മോഹൻലാലിന് കൊടുത്തതിൽ അല്ലെങ്കിൽ മോഹൻലാലിന് ആ ബഹുമതി കിട്ടിയതിൽ എല്ലാവർക്കും സന്തോഷമുണ്ടായിരുന്നു. ആ ബഹുമതിക്ക് കൂടുതൽ അർഹരായിട്ടുള്ളവർ ഇവിടെ പലരും ഉണ്ടായിരുന്നെങ്കിലും മധു, സിനിമാ നടൻ മധു, അതുപോലെ തന്നെ IV ശശി, ശ്രീകുമാരൻ തമ്പി ഒക്കെ ആ ബഹുമതിക്ക് അർഹരായിട്ടുള്ളവരാണെന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ. ഇത് സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു അവാർഡാണല്ലോ. അപ്പോ സിനിമ എന്ന് പറയുന്നത് സംവിധായകന്റേതാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രതിഭയുടെ ബഹിസ്ഫുരണങ്ങളാണ് സിനിമയുടെ മറ്റ് ആസ്പെക്ട്സ് ഒക്കെ. നടനൊരു സംവിധായകന്റെ കയ്യിൽ ഒരു ടൂള് മാത്രമാണ്. അത് വെച്ച് നോക്കുമ്പോൾ ശ്രീകുമാരൻ തമ്പി തിരക്കഥ എഴുതിയിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്, ഫിലിം മേക്ക് ചെയ്തിട്ടുണ്ട്, ഗാനരചന നടത്തിയിട്ടുണ്ട്, സംഗീതം നൽകിയിട്ടുണ്ട്. അതൊക്കെ വെക്കുമ്പോൾ അദ്ദേഹത്തിന് ആ അവാർഡിന് ഏറ്റവും അർഹം തന്നെയാണ്. സിനിമാ നടൻ മധു ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഗംഭീരമായി സംവിധാനം ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്, ഫിലിം മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ IV ശശിക്ക് ഒരു മരണാനന്തര ബഹുമതിയായിട്ടെങ്കിലും അത് കൊടുക്കാമായിരുന്നു. അദ്ദേഹം ഏറ്റവും അർഹനായ ഒരു വ്യക്തി തന്നെയായിരുന്നു. പിന്നെ മോഹൻലാലിന് കൊടുത്തപ്പോൾ മോഹൻലാലിനല്ലേ എന്ന് കരുതി വലിയൊരു വിവാദത്തിനോ ചർച്ചയ്ക്കോ എന്നും മലയാളികൾ ആരും തന്നെ പോയിരുന്നില്ല. മോഹൻലാലിന് ഒരു സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു നടൻ എന്ന നിലയിൽ അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നടൻ എന്ന നിലയിൽ എല്ലാവർക്കും മതിപ്പുണ്ട്. അപ്പൊ സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു ബഹുമതി അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അടക്കം പറച്ചിലുകൾ ഉണ്ടായിരുന്നെങ്കിലും ഉള്ളിൽ പലരും സിനിമയെ സ്നേഹിക്കുന്നവർ പലരും ചിന്തിച്ചിട്ടുണ്ടെങ്കിലും മോഹൻലാലിനായതുകൊണ്ട് തന്നെ വലിയൊരു വിവാദത്തിനൊന്നും ആരും പോയതുമില്ല. പിന്നെ നമ്മള് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ ആണ് ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടായത്. കാരണം ആ പ്രസംഗം ഹൈലി പോയറ്റിക് ആയിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. ആംഗലേയ ഭാഷയിൽ വളരെ വൈകാരികവും വളരെ പോയിന്റും വളരെ കാവ്യാത്മകവും പോയറ്റിക്കുമായിട്ടുള്ള ഒരു പ്രസംഗമായതുകൊണ്ട് തന്നെ ഞാനൊക്കെ നന്നായി അത് ശ്രദ്ധിച്ചു കേട്ടു. വളരെ നന്നായി മോഹൻലാൽ ഇത് പറയുന്നല്ലോ എന്ന്. അപ്പൊ മോഹൻലാലിന്റെ തന്റെ ഉത്കടമായ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ കേട്ടപ്പോൾ വലിയ അഭിമാനവും തോന്നി. പെട്ടെന്നാണ് അദ്ദേഹം കുമാരനാശാനെ അനവസരത്തിൽ ഉദ്ധരിച്ചത്. ഉടനെ ആശാനെ ഈയിടെ ആശാനെ കൂടുതൽ വായിക്കണം എന്ന് തോന്നിയത് എന്നൊരു തോന്നലുണ്ടായതിന്റെ ഭാഗമായി ഞാൻ ആശാനെ വായിച്ചു തുടങ്ങിയിരുന്നു. അപ്പോ ഇദ്ദേഹം വായിച്ചപ്പോൾ അത് അല്ലായിരുന്നെങ്കിൽ എനിക്കത് പിടികിട്ടുമായിരുന്നില്ല. പക്ഷെ ഈ വരികൾ കേട്ടപ്പോൾ ഇത് വീണഭൂവിൽ ഇല്ലാത്ത വരികളാണല്ലോ എന്നൊരു സന്ദേഹമുണ്ടായി. പക്ഷെ ആധികാരികമായി പറയാൻ എനിക്ക് പറ്റില്ല, ഞാൻ വായിച്ചു പോയിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സംശയ നിവാരണത്തിനായി പെട്ടെന്നൊരാളെ വിളിക്കാൻ ഞാൻ സാധാരണ വിളിക്കുന്നത് ശ്രീ പ്രൊഫസർ മാമ്പഴ കുമാരൻ മാഷിനെയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അഭാവം എന്നെ വല്ലാതെ എനിക്ക് ഫീൽ ചെയ്ത ഒരു മുഹൂർത്തം കൂടിയായിരുന്നു അത്. ഞാൻ എന്തെങ്കിലും വായിച്ചു തുടങ്ങിയ എനിക്ക് സംശയങ്ങൾ വരുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അപ്പൊ അദ്ദേഹം പറയാറുണ്ട്, നിഷ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് പണിയായി, ഓരോ പുസ്തകങ്ങൾ വലിച്ചിട്ട് ഞാൻ റിസർച്ച് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വന്നപ്പോ പെട്ടെന്ന് ഇത് ഇദ്ദേഹത്തിന്റെ വരികളാണോ എന്ന് ചോദിക്കാൻ പറ്റിയ വേറൊരാള് എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ ഇരിങ്ങാലക്കുട മുൻ MLA ഒരു പ്രൊഫസർ കൂടിയായിരുന്നല്ലോ, മലയാളം പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം ഞാൻ ഈ വരികൾ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 30 കൊല്ലത്തോളം പഠിപ്പിച്ച ആളാണ്, എനിക്ക് എല്ലാ വരികളും ഹൃദിസ്ഥമാണ്, അതിൽ ഈ വരികളില്ല നിഷ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിഷ അത് സധൈര്യം പറഞ്ഞോളൂ എന്ന്. ഇപ്പൊ മോഹൻലാലിനെ പോലെ ഇത്രയും വലിയൊരാളുടെ ഈ ചെറിയൊരു കാര്യത്തിന് വേണ്ടി കൊച്ചാക്കുന്നത്, ചെറുതാക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഞാൻ വീണ്ടും ഒരു 3 ആവർത്തി
വീണപൂവും നളിനി ലീല വായിച്ചു. അപ്പൊ ചിത എന്ന് കേട്ടപ്പോ മാഷ് പറഞ്ഞു ഇതിലൊന്നും ഇല്ല, ഇനി AR രാജവർമ്മയെ കുറിച്ച് ആശാൻ എഴുതിയ പ്രബോധനം ഒന്ന് വായിച്ചു നോക്കൂ എന്ന്. പക്ഷെ അവിടെ നോക്കിയപ്പോഴും അത് കണ്ടില്ല. അപ്പൊ ആകെ ആശയക്കുഴപ്പത്തിലായി. ശരിക്കും പറഞ്ഞാൽ ഈ അവാർഡ് സമർപ്പണം കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് ആക്ടിവിറ്റി ആയി. എന്നെപ്പോലെ തന്നെ എല്ലാ മലയാളികളും ഇങ്ങനെ തപ്പി നടന്നു എന്നാണ് ഒരു പിറ്റേ ദിവസം 4 മണിയാകുമ്പോഴേക്കും എനിക്ക് മനസ്സിലായത്. ഞാൻ അതൊക്കെ വായിച്ചു കഴിഞ്ഞ് വന്ന് ഒരു വീഡിയോ ഇടാം എന്ന് കരുതിയപ്പോഴേക്കും ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഇത് നിറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ സിനിമയും സാഹിത്യവും വളരെയധികം ക്ലോസ്ലി റിലേറ്റഡ് ആണ്, വളരെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഉത്കടമായ സാഹിത്യ സൃഷ്ടികളെല്ലാം തന്നെ സിനിമയായിട്ടുണ്ട്. അപ്പൊ സംവിധായകരെല്ലാം തന്നെ ഈ മലയാളത്തിലെ സാഹിത്യ സൃഷ്ടികളെല്ലാം വായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സംവിധായകരുടെ കയ്യിലൊരു ടൂൾ മാത്രമാണ് ഈ നടന്മാരും നടിമാരും എന്നുള്ളത് അവിടെ അപ്പൊ തന്നെ മോഹൻലാല് തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നു. എന്നാൽ അതിനുശേഷം സിനിമ വരുന്നതോടുകൂടി സ്ഥാനപദവിയും റെമ്യൂണറേഷനും ഒക്കെ ഇവർക്ക് കൂടാണ്. സംവിധായകരും മറ്റ് ടെക്നീഷ്യൻസ് എല്ലാം തന്നെ സൈഡ് ലൈൻ ആവുകയാണ്. സിനിമയുടെ മൊത്തം ക്രെഡിറ്റ് ഇവർക്കാവുന്നു. പണ്ടൊന്നും അങ്ങനെയായിരുന്നില്ല. നമ്മളൊക്കെ അവിശേഷിയുടെ സിനിമ അല്ലെങ്കിൽ സേതുമാധവന്റെ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളൊക്കെ സിനിമ കാണാൻ പോയിരുന്നത്. ഇപ്പോഴാണ് സൂപ്പർ സ്റ്റാർസ് വ്യക്തി കേന്ദ്രീകൃത സിനിമ അങ്ങനെയായി മാറിയത്. അപ്പൊ അങ്ങനൊരു തിരിച്ചറിവ് ഈ അവാർഡ് സമർപ്പണത്തിലൂടെ നമുക്കുണ്ടായി എന്നുള്ളതാണ്. മോഹൻലാൽ ഒരു ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നടനാണ്, തർക്കമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു ജ്ഞാനക്കുറവുണ്ട് എന്നുള്ളത് അദ്ദേഹം തന്നെ തെളിയിച്ചു. കാരണം ഇത് സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡാണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് കൊടുക്കുമ്പോൾ സ്വന്തം ഭാഷയെ കുറിച്ചെങ്കിലും കുറച്ചൊക്കെ അറിയേണ്ടതുണ്ട്. കാരണം സിനിമ സാഹിത്യം വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതി തന്നെയാണ്. ആയതുകൊണ്ട് തന്നെ സ്വന്തം ഭാഷയിലെ ഏറ്റവും കവിത്രയത്തിലെ ഒരാളായ ഒരു കവിയുടെ കവിത മിസ്കോട്ട് ചെയ്യുക, അതും അനവസരത്തിൽ ആവശ്യമില്ലാതെ, അപ്പോ അതിന്റെ ആധികാരികതയെങ്കിലും ഉറപ്പുവരുത്താൻ അദ്ദേഹം ശ്രമിക്കേണ്ടതായിരുന്നു. അപ്പൊ പല അധികായന്മാരെയും മഹാന്മാരെയും തള്ളി അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ബഹുമതിയെ കുറിച്ച് സന്ദേഹങ്ങൾ ആളുകളിൽ ഉണ്ടാക്കി എന്നുള്ളത് വളരെ മോശമായി പോയി. നിസ്സാരതയാണ് നമുക്ക്. അപ്പൊ അത് അവിടെ കാലമാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ആശാൻ വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ സത്യത്തിന്റെ ഒരു ഗ്രെയിൻസ് ഓഫ് സത്യത്തിന്റെ ചില നീതികളുണ്ടല്ലോ, കാവ്യനീതികളുണ്ടല്ലോ, അത് അവിടെ പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ആരാണ് എന്ന ചർച്ചകൾ വന്നു. മോഹൻലാലിനെ നിസ്സാരവൽക്കരിക്കുകയല്ല ചെയ്തത്, ഞാൻ ചെയ്യുന്നതും. പക്ഷെ കുറച്ചും കൂടിയൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ മര്യാദ, കുറച്ചും കൂടിയൊക്കെ മാന്യത ആ അവാർഡിനോട് കാണിക്കാമായിരുന്നു. ഇതിനു മുന്നേ കിട്ടിയിട്ടുള്ളത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണന്റെ ഒരു ഗ്രാഫ് വളരെ വലുതാണ്. 1968 തൊട്ടിട്ട് അദ്ദേഹം ഡോക്യുമെന്ററീസും സിനിമകളൊക്കെ പിടിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഇദ്ദേഹം കിട്ടാമായിരുന്നു മോഹൻലാലിന്, കുറച്ചും കൂടി കഴിഞ്ഞു കൊടുക്കാമായിരുന്നു. അതിനേക്കാൾ അർഹരായിട്ടുള്ളത് കേരളത്തിൽ നിന്നാണെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാരെ ഇവിടെ ഉണ്ട്. ഇല്ലാത്ത അവർക്ക് മരണാനന്തര ബഹുമതിയെങ്കിലും അത് സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഇത് ഒട്ടും മോഹൻലാലിന്റെ പൊള്ളത്തരം ചർച്ച ചെയ്യാൻ ഒരു അവസരം ഒരുക്കി കൊടുത്തു. കുറച്ചും കൂടി ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു. എല്ലാവർക്കും എല്ലാം അറിഞ്ഞോളണമെന്നില്ല, അറിയണമെന്നുമില്ല. പക്ഷെ ഒരു പരമോന്നത ബഹുമതി സ്വീകരിച്ച ശേഷം ഒരു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിന്റെ അടങ്ങിയിട്ടുള്ള കവിതയിലെ വരികളുടെ ആധികാരികതയെങ്കിലും ഉറപ്പുവരുത്തി സംസാരിക്കേണ്ട ഉത്തരവാദിത്വവും മാന്യതയും അദ്ദേഹം കാണിക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല.